പാർട്സ് ഓഫ് എ ടൂത്ത്. അതായത് ഒരു പല്ല് മാത്രം. അത് പല്ല് പല ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ടീത്തുകളൊക്കെ പല ടൈപ്പ് ഉണ്ട്. അപ്പം അതിൽ ഏത് ടൈപ്പ് പല്ലെടുത്താലും ആ പല്ലിന് ടൂത്തിന് ഒരു ടൂത്ത് എടുത്താൽ ആ ടൂത്തിന് കോമൺ ആയിട്ടുള്ള ചില സ്ട്രക്ചേഴ്സ് ഉണ്ട്. പാർട്സ് ഓഫ് എ ടൂത്ത്, അതാണ് നമ്മൾ പഠിക്കുന്നത്. ഒരു ടൂത്തിൻ്റെ പാർട്സ് എന്തൊക്കെയാണ് നമുക്കറിയാം. ഈ പല്ല് ഗമ്മിൽ ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഗമ്മ്, നമ്മുടെ മോണ, നമ്മൾ തൊണ്ണെന്നൊക്കെ പറയും. ആ ചുവന്ന നിറത്തിലുള്ള പല്ല് ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന ആ ഭാഗമാണ് ഈ ഗമ്മ്. അപ്പം ആ ഗമ്മിൻ്റെ മുകളിൽ കാണുന്ന ഭാഗത്തെ ക്രൗൺ എന്ന് പറയും. ആ ഗമ്മിൻ്റെ മുകളിൽ ഭാഗുന്ന ആ വെള്ള ഭാഗമാണ് ഈ ക്രൗണ്. അത് കഴിഞ്ഞ് ഈ ഗമ്മിൻ്റെ ഉള്ളിൽ കുറച്ച് ഭാഗം ഈ ഗമ്മിൻ്റെ മോണയുടെ ഉള്ളിൽ ഉറപ്പിച്ചിട്ടുണ്ട്. ആ ഉറപ്പിച്ച ഭാഗത്തിൻ്റെ റൂട്ട് എന്ന് പറയും. അപ്പോൾ ഒരു പല്ലെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പല്ലിന് മെയിനായിട്ട് 2 പാർട്സ് ആണ്. ക്രൗണും മേലെ കാണുന്ന ക്രൗണും അതിൻ്റെ ഉള്ളിൽ കാണുന്ന റൂട്ടും. ഇനി നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്നത് ഒരു പല്ലിനെ എങ്ങനെ നടുമുറിച്ചിട്ടുള്ള ചിത്രമാണ്. അപ്പോൾ നമ്മളൊരു ആപ്പിൾ ഇങ്ങനെ നടുമുറിക്കുക, എന്നിട്ട് ആ ആപ്പിളിനെ ഇങ്ങനെ വെക്കുകയാണ്. അതേപോലത്തെ പല്ലിനെ നടുമുറിച്ചിട്ടുള്ളൊരു പിക്ചറാണ് അവിടെ വെച്ച് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ആ പിക്ചറിൽ ഇപ്പോൾ നമ്മൾ ആപ്പിള് മുറിച്ചിട്ട് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ആദ്യം അതിൻ്റെ തൊലി, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലത്തെ വെള്ളക്കാമ്പ്, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലത്തെ കുരു, അങ്ങനെയല്ലേ കാണുക അതിൻ്റെ ചിത്രം ഇവിടെ വരയ്ക്കുമ്പോൾ. അപ്പം അതേപോലെ തന്നെ പല്ലിനിങ്ങനെ മുറിച്ച് നോക്കുമ്പോൾ അതിലെ ഇതാണ് അതിൻ്റെ, ഈ കാണുന്നതാണ് അതിൻ്റെ ആ വെള്ള നിറത്തിലുള്ള ഭാഗം. അതിന് ഇനാമൽ എന്ന് പറയും. ഇനി അത് വെള്ള നിറത്തിൽ ഇങ്ങനെ മുറിക്കുമ്പോൾ ആപ്പിളിൻ്റെ തൊലി, അതുപോലെ തന്നെ പല്ലിനെ മൊത്തമായിട്ട് എടുത്തിട്ട് അതിനെ മുറിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആ വെള്ള ഭാഗമാണ് ഇനാമൽ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ഈ ഭാഗത്തിനെയാണ് ഡെൻഡൈൻ എന്ന് പറയും. പിന്നെ ഏറ്റവും ഉള്ളിൽ, ആ ഗമ്മിൻ്റെ ഉള്ളിൽ ഏറ്റവും ഉള്ളിലായിട്ട് ബ്ലഡ് വെസൽസ്, നെർവ്സ് ഒക്കെ ആയിട്ടൊരു ഭാഗമുണ്ട്. അതാണ് പൾപ്പ്. നിങ്ങൾക്ക് ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും ഇതിൽ പഠിക്കേണ്ട ആവശ്യമില്ല. പാർട്സ് ഓഫ് എ ടൂത്ത്, ഒരു പല്ലിൻ്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണ്, ജസ്റ്റ് അതിൻ്റെ ആ നെയിംസ് മാത്രമേ പഠിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇപ്പം നമ്മൾ ആ ഒരു പല്ലിങ്ങനെ ഉറപ്പിച്ച് വയ്ക്കുമ്പോൾ മീതെ കാണുന്ന ഒരു വെള്ള ഭാഗമുണ്ട്. ആ അതായത് മെയിനായിട്ട് ഫുൾ പല്ലിനെ ഘടിപ്പിച്ചിട്ടുള്ള വെച്ച് നോക്കുമ്പോൾ പുറമേ കാണുന്ന, നമ്മൾ പുറമെ ചിരിച്ച് കാണുന്ന ആ ഭാഗത്തിൻ്റെ ക്രൗണെന്നും ഉള്ളിലുള്ള മൊത്തം ഭാഗത്തിൻ്റെ റൂട്ടെന്നും പറയും. ഇനി ആ പല്ലിനെ നടുവേ മുറിച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങളും കൂടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൽ ഏറ്റവും പുറമെ വെള്ള പോലെ കാണുന്നതാണ് ഇനാമൽ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ കാണുന്നതാണ് ഡെൻഡൈൻ. ഏറ്റവും ഉള്ളിൽ കാണുന്നതാണ് പൾപ്പ്. ഈ പൾപ്പിലാണ് ഈ ബ്ലഡ് വെസൽസ് ഒക്കെ ഉള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഈ പല്ലൊക്കെ പറിക്കുമ്പോൾ ബ്ലഡൊക്കെ വരാറുണ്ട്. അപ്പോൾ ഈ ബ്ലഡ് വെസൽസ് ഈ പല്ലിന് വേണ്ട നറിഷ്മെൻറ്റ്, പോഷണങ്ങളൊക്കെ കൊടുക്കും. പിന്നെ നെർവ്സും ഉണ്ട്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ഒക്കെ നിങ്ങൾ വലിയ ക്ലാസ്സിൽ പഠിക്കും. നിങ്ങൾ ഇത്രയും അറിഞ്ഞാൽ മതി. ഇനാമൽ, ഡെൻഡൈൻ, പൾപ്പ്. ഉള്ളിലത്തെ നറിഷ്മെൻറ്റ്, പോഷണങ്ങൾ കൊടുക്കുന്ന ഭാഗമാണ് പൾപ്പ്. അവിടെ ബ്ലഡ് വെസൽസ് ഉണ്ട്. പിന്നെ മെയിനായിട്ട് പല്ലിനെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഉള്ളിൽ ഉറപ്പിച്ച ഭാഗത്തിൻ്റെ റൂട്ടെന്നും പുറത്ത് കാണുന്നതിനെ ക്രൗൺ എന്നും പറയുന്നു. നമ്മുടെ പല്ലിൻ്റെ വെള്ള നിറത്തിൽ കാണുന്ന ഭാഗമാണ് ഇനാമൽ. ഏറ്റവും ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ആണ് ഹ്യൂമൻ ബോഡിയുടെ ഇനാമൽ, വൈറ്റ് കളറിൽ ഇനാമൽ. പിന്നെ ആ പല്ലിൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഡെൻഡൈൻ ഉണ്ടാവും. മുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ, പല്ലിനെ മുറിച്ചാൽ ഈ വെള്ള നിറത്തിൽ ഇനാമൽ കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ സിമൻറ്റ് പോലത്തെ ഒരു ഡെൻഡൈൻ ഉണ്ടാവും. പിന്നെ ഉള്ളിൽ പൾപ്പ് ഉണ്ടാവും. ഗമ്മ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഗമ്മിലാണിത് വെള്ള ഭാഗം ഇങ്ങനെ ഉറപ്പിച്ച് നിർത്തിയിട്ടുള്ളത്. ഓക്കെ.